സജി ചെറിയാനെ വെള്ളപൂച്ചയെടുത്ത് വീണ്ടും മന്ത്രിസഭയിലെത്തിക്കാൻ തയ്യാറാക്കിയ അന്വേഷണ റിപ്പോർട്ടിനെ രൂക്ഷമായി വിമർശിക്കുന്നതാണ് ഹൈക്കോടതിയുടെ ഉത്തരവ്. സജി ചെറിയാന്റെ പ്രസംഗത്തിൽ പ്രഥമദൃഷ്ട്യാ കേസുണ്ട്. എന്നാൽ പോലീസ് ഇതിൽ ശരിയായ അന്വേഷണമല്ല നടത്തിയത്. എല്ലാ തെളിവുകളും പരിശോധിക്കാതെയാണ് കുറ്റം ചെയ്തിട്ടില്ലെന്ന തീരുമാനത്തിലേക്ക് എത്തിയത്. ഭരണഘടനയെ വിമർശിക്കാനുള്ള ഉദ്ദേശം സജി ചെറിയാനില്ലെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. യോഗത്തിൽ പങ്കെടുത്ത ചിലരുടെ മൊഴി മാത്രമാണ് രേഖപ്പെടുത്തിയത്. ഇവർ ഒരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടിയുടെ അനുഭാവികളാണ്. സജി ചെറിയാന്റെ പ്രസംഗത്തിന്റെ ദൃശ്യങ്ങൾ ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചെങ്കിലും ഫലം കിട്ടുന്നതിന് മുൻപ് കുറ്റവിമുക്തനാക്കി റിപ്പോർട്ട് നൽകി. ഫോറൻസിക് റിപ്പോർട്ട് കേസിൽ പ്രധാനമാണെന്നും ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസ് ഉത്തരവിൽ ചൂണ്ടിക്കാട്ടി. കേസ് ഡയറി അടക്കമുള്ള മുഴുവൻ രേഖകളും വിളിച്ചുവരുത്തി പരിശോധിച്ച ശേഷമാണ് ഹൈക്കോടതി ഈ കണ്ടെത്തലുകൾ നടത്തിയിരിക്കുന്നത്. പോലീസ് റിപ്പോർട്ട് അതേപടി അംഗീകരിച്ച തിരുവല്ല മജിസ്ട്രേറ്റ് കോടതി ഉത്തരവും ഹൈക്കോടതി റദ്ദാക്കിയിട്ടുണ്ട്. പുനരന്വേഷണം ക്രൈംബ്രാഞ്ചിന് കൈമാറാനും സത്യസന്ധനായ ഒരു ഉദ്യോഗസ്ഥനെ കൊണ്ട് കേസ് അന്വേഷണം നടത്തിക്കണമെന്നും DGPക്ക് കോടതി ഉത്തരവ് നൽകി. സമയപരിധി നിശ്ചയിച്ചിട്ടില്ലെങ്കിലും എത്രയും വേഗം ഇത് പൂർത്തീകരിക്കണമെന്നാണ് കോടതി ഉത്തരവിലുള്ളത്. അദ്ദേഹത്തിന്റെ മല്ലപ്പള്ളി പ്രസംഗം കേട്ട മുഴുവൻ ആളുകൾക്കും ബോധ്യപ്പെടാവുന്ന ഒരു കാര്യമുള്ളൂ. അദ്ദേഹം ഇന്ത്യൻ ഭരണഘടനയെ ഡിസ്റെസ്പെക്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളതും ഇൻസൾട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളതും. അത് ബോധ്യപ്പെടാത്ത ഒരേ ഒരാൾ ഈ പറയുന്ന ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ മാത്രമാണ്. ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ഉത്തരവിനെതിരെ അപ്പീൽ നൽകാനുള്ള സാധ്യതകൾ സർക്കാർ തലത്തിൽ പരിശോധിക്കുന്നുണ്ട്. അന്വേഷണത്തിലെ വീഴ്ചകൾ അക്കമിട്ട് നിരത്തുന്ന ഉത്തരവിനെതിരെ മേൽക്കോടതിയെ സമീപിച്ചാൽ ഇതിലും വലിയ തിരിച്ചടി ഉണ്ടാകാനുള്ള സാധ്യതയാണ് നിയമവിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. ബിനിൽ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.